ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിലൊരു ചാളക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് ചെരുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നമ്മൾ ഗൾഫിലായതുകൊണ്ട് തന്നെ ചാളയിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ അരപ്പിലൊന്നും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഉപ്പ്. നാട്ടിലൊക്കെ ആണെങ്കിൽ ആ പ്രശ്നമില്ല. വീണ്ടും നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്നും കൂടി അരച്ചെടുത്തിട്ട് വീണ്ടും പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യം പിഴിഞ്ഞിട്ടുണ്ട്. പാല് ഫുള്ളായിട്ട് എടുക്കണം നമ്മൾ, എന്നാലാണ് ആവശ്യമുള്ള ചാറൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മീൻകറിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് 1/2 കിലോ ചാളയിലാണ്. ഇനി നമുക്ക് ഈ ചാളയിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു സംഭവം കൂടി ചേർക്കാം. അതിനായിട്ട് ഇടിക്കണ കല്ലിലേക്ക് 2 കഷ്ണം ഇഞ്ചി, ഒരു 5 ചെറിയുള്ളി, ഇതെല്ലാം നന്നായി ചതച്ചിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ചതയ്ക്കാം. ഇത് നമ്മൾ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും പിന്നെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കുടംപുളി എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുടംപുളിയുടെ എണ്ണമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന പുളി അനുസരിച്ചിരിക്കും കേട്ടോ. ചിലത് നല്ല പുളി ഉണ്ടാകുമ്പോൾ 1-2 കഷ്ണമൊക്കെ ചേർത്താൽ മതിയോ. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ കറി. അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കറിക്ക്. ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഇതേപോലെ. ഈ മീൻ കൂട്ടാനാവാൻ ഒരു 35 മിനിറ്റെങ്കിലും എടുക്കട്ടോ. ശരിക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ചാറൊക്കെ കുറുകി വരണം. അപ്പോഴാണ് നമ്മുടെ മീൻ കൂട്ടാനൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരിക. നമ്മൾ ഈ തൃശ്ശൂർ മീൻകറിയുടെ സ്പെഷ്യാലിറ്റി തന്നെ ഈ കുടംപുളിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ കിട്ടുക നമുക്ക്. ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവണം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഉപ്പും പുളിയും എരിവും ഒക്കെ നല്ല കറക്റ്റാണ്. ചാറൊക്കെ നന്നായി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് മീൻകറി. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതും കൂടി മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.